ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇട്ടേക്കണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പോയി അത് കാണുക, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തേങ്ങ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടത് യോൺ ലേഡി മൂൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്നതും പോയിസൺ സെക്റ്റിലെ ബാക്കിയുള്ള പോലെ മൊത്തത്തിൽ തീർത്തതും പിന്നെ 10th എൽഡറിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നലെ കണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞപ്പോഴാ ഞാൻ നിങ്ങളെ മുന്നിലൊരു ചലഞ്ച് വെക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സബ്സ്ക്രൈബർ കൗണ്ട് നാളെ, അതായത് ബുധനാഴ്ച രാത്രി ഒരു 8 മണി പോട്ടെ 9 മണി ആകുമ്പോഴത്തേന് 2K മറികടത്തുക. നിങ്ങൾക്ക് പറ്റുമോ? അത് പറ്റൂല എന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളെക്കൊന്ന് കൂട്ടിയാൽ കൂടൂല, അത് വേറെ കേസ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഷോർട്ട് ഡീമൻ്റെ ആ ടെക്നിക്ക് എനിക്ക് പാസ് ചെയ്യേ. നീ എന്താ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കണത്? നിനക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുക? നിനക്കറിയോ അക്കാഡമി എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്? ഇതുണ്ടാക്കിയതിൻ്റെ ട്രൂ പർപ്പസ് തന്നെ ഷോർട്ട് ഡീമനൊരു ട്രൂ സക്സസറെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. 6th എക്സാമിനേഷൻ പാസ്സാവുന്നവർക്കൊരു പ്രിവിലേജ് ഉണ്ട്. അവർക്കൊരു സീക്രട്ട് മാനുവൽ കിട്ടും. അതിൽ ഷോർട്ട് ഡീമൻ്റെ എല്ലാ ടെക്നിക്കും ഉണ്ടാവും. അത് ഷോർട്ട് ഡീമൻ അലോ ചെയ്തതാണോ? നിന്നോട് പറയുന്നതിനേക്കാൾ നിനക്ക് കാണിച്ചു തരുന്നതാവും പെട്ടെന്നാവുക. യോണ് ഷോർട്ടൊക്കെ എടുത്ത് ആ ടെക്നിക്ക് പെർഫോം ചെയ്യാൻ റെഡിയായി നിന്നു. എന്നിട്ട് ഇവോൾവ്ഡ് ഡീമൻ സോഡ് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇതാണ് ട്രൂ ഇവോൾവ്ഡ് ഡീമൻ സോഡ് ടെക്നിക്ക്. യോണാണെങ്കിൽ അവൻ്റെ സോഡൊക്കെ ചുറ്റിക്കറക്കി ഓരോ രീതിക്കും പെർഫോം ചെയ്യാൻ തുടങ്ങി. പിന്നെ 24 ഡീമൺസ് കൊടുത്ത് ഫസ്റ്റ് കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം കാണിച്ചെടുക്കാൻ തുടങ്ങി. വെയിറ്റ്, എന്ത്? അദ്ദേഹം നേരത്തെ യൂസ് ചെയ്ത ഷോർട്ട് ടെക്നിക്കുകളിലും കൂടുതൽ പ്രിസൈസും പവർഫുള്ളുമാണ് ഇത്. അപ്പോഴും ജോണത് നിർത്താതെ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മൈ ഗുഡ്നെസ്, അതായിരുന്നു ശരിക്കുള്ളത്. 24 ഡീമൺ ഷോർട്ട് ടെക്നിക്ക് പെർഫോം ചെയ്യാൻ എന്നെ വർഷങ്ങളോളം ഇരുട്ടിൽ നിർത്തിയ മിസ്റ്ററിക്കുള്ള ആൻസറാണ് എനിക്കിപ്പോൾ കിട്ടിയത്. പെട്ടെന്ന് നോക്കുമ്പോൾ 10th എൽഡർ അവിടെ ഇരുന്നു. അത് കണ്ടിട്ട് ക്യൂ ഒന്ന് ഞെട്ടി. ഇതിപ്പോൾ എന്താണെന്ന് അറിയാതെ. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, എനിക്കത് ഫീൽ ചെയ്യാനേ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കത് ക്ലിയറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഷോർട്ട് ഡീമൻ്റെ ട്രൂ വില്ല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കുമ്പോൾ 10th എൽഡർ അവിടെ ഇരുന്നിട്ട് യൂണിഫിക്കേഷൻ ഓഫ് 5 എനർജീസ് ചെയ്യാൻ തുടങ്ങി. അത് യൂണിഫിക്കേഷൻ ഓഫ് ദി 5 എനർജീസ് അല്ലേ? കണ്ടിട്ട് ഈ അവേക്കനിങ് അവരെ അൾട്ടിമേറ്റ് ജെനസിസ് മാസ്റ്റർ ലെവലിലേക്ക് എത്തിക്കുന്ന തോന്നുന്നു. ഈ സ്റ്റേജിലുള്ള എൻ്റെ അവേക്കനിങ് എനിക്ക് ഓർമ്മയേ ഇല്ല. നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അവിടേക്ക് സൂചി പോലത്തെ ചെറിയൊരു സാധനം വന്ന്. ചെറിയൊരു സാധനം വന്നാൽ എന്താ ഇപ്പം അതിനെ പറയണമെന്ന് കറക്റ്റായിട്ട് എനിക്കും അറിയാം കേട്ടോ. ഒരു സാധനം അത് വന്നത്. യോവണത് പിടിക്കാൻ നോക്കി, പക്ഷേ യോവണത് കിട്ടിയില്ല. അത് നേരെ 10th എൽഡറിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുക. പക്ഷേ ഹിയോബോങ്ങിന് അത് കിട്ടി. എന്താ ഇത്? ഇതൊരു പോയ്സണസ് ഡാർട്ടല്ലേ? ഓ, നീ അവിടെയാണല്ലേ. വാങ്ഹോല് നേരെ എനിമയുടെ പിന്നാലെ ഓടി. അവനെ പിടിച്ച് നിലത്തണ്ട് കിടത്തി. നീ വെറുതെ റെസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണ്ട. നോക്കുമ്പോൾ വേറൊരുത്തനെയും പാടെ പിടിച്ചു. വേറെ ആളുണ്ടോ? നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ എന്തോ കടിച്ചു. അതോടുകൂടി അവൻ്റെ വായന്നിങ്ങനെ പത വരാൻ തുടങ്ങി. ഇവൻ മരിച്ചു. ഇത് നല്ലതല്ല. നോക്കുമ്പോൾ മറ്റവനും ഇതേപോലെ ചെയ്യാൻ നോക്കി. എന്താ ഇത്? എനിക്കെൻ്റെ വായ അനക്കാൻ പറ്റുന്നില്ലല്ലോ. നോക്കുമ്പോൾ യോവൻ്റെ പവർ കൊണ്ട് അവൻ്റെ ആ പല്ലെന്നോട് പറിച്ചെടുത്തു. നിങ്ങൾ പോയി എൽഡർ യോണിന് ഗാർഡായിട്ട് നിൽക്കുക. അവർ മൂന്നാളും പോയി യൂണിഫിക്കേഷൻ ചെയ്യണ 10th എൽഡറിൻ്റെ അടുത്ത് നിന്നു. അപ്പം നീ നിൻ്റെ ബാക്ക് ടൂത്തിൽ ഒരു ചെറിയ പോയിസൺ പാക്ക് കെട്ടി വെച്ചിരിക്കുകയാണല്ലേ. ഇതുപയോഗിച്ചിട്ടാണോ നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കൽ? എനിക്ക് ആൻസർ കേൾക്കണം. അതുകൊണ്ട് ഞാൻ നിൻ്റെ വെർബൽ പ്രഷർ പോയിൻ്റ് ഫ്രീ ആക്കി തരാം. ആരാ നിന്നെ അയച്ച്? എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കറിയായിരുന്നു. അവൻ വീണ്ടും വെർബൽ പ്രഷർ പോയിൻറ്റിൻ്റെ അടുത്തേക്കാണോ പോണത്? നീ ഒരു സ്പൈ ആയതുകൊണ്ട് തന്നെ ഇനി സംസാരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കുമ്പോൾ യോൺ അവൻ്റെ പവർ വെച്ച് ആ സ്പൈയുടെ ഓരോ വിരലായിട്ട് ഒടിക്കാൻ തുടങ്ങി. ഞാൻ നിൻ്റെ ഓരോ ബോൺസും 1 by 1 ആയിട്ട് ഒടിക്കാൻ പോവുക. അതുകൊണ്ട് നിനക്ക് നിൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ നിൻ്റെ ആ പൂപ്പിൽസ് ഒന്ന് മേലേക്കും താഴ്ക്കും ഒന്ന് അനക്ക്.
പക്ഷേ നീ ഒരു സ്പൈ ആയതുകൊണ്ട് തന്നെ നീ അതൊരിക്കലും ചെയ്യില്ല എന്നാണ് ഞാൻ കരുതണത്. യോണാണെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും 10th എൽഡർ അവിടെ ആ യൂണിഫിക്കേഷൻ പ്രോസസ്സിലാണ്. അത് കഴിഞ്ഞിട്ടില്ല. അവർ ഫിസിക്കൽ റീസ്റ്റോറേഷൻ ചെയ്യാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ അങ്ങനെ ക്രാക്കാവാൻ തുടങ്ങി. അവരുടെ ബോഡിയിൽ നിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് വെളിച്ചങ്ങനെ വരാൻ തുടങ്ങി. അതാണെങ്കിൽ അവിടെ ചുറ്റും ആകെ അങ്ങനെ പരന്നു. ഓ, അതെന്താണിത്? ഹിയോബോങ്ങും മാങ്ഹ്യൂലൊന്നും ഇതിനു മുന്നേ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നോക്കുമ്പോൾ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് 10th എൽഡർ നീച്ചു. എന്നിട്ട് അവിടുന്ന് നേരെ നടന്ന് യോവോൻ്റെ മുന്നിൽ കണ്ട് പോയി. അവിടെ ചെന്ന് മുട്ട് കുത്തേണ്ടിയിരുന്നു. ഞാൻ ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്റ്റിൻ്റെ ചീഫും 10th എൽഡറുമായ മൂവായോൺ, സ്വാഡ് ഡീമൻ്റെ ട്രൂ സക്സസറായ യങ് ലോർഡ് യോൺചിയോണിന് എൻ്റെ ലോയാലിറ്റി ഞാൻ തരുന്നു. ഓ, അവൾ ആ ഫിസിക്കൽ റീസ്റ്റോറേഷൻ ചെയ്തതിന് ശേഷം 20 വയസ്സിൻ്റെ മേലേക്കുള്ള പോലെ തോന്നുന്നില്ല. എൽഡർ യോണ് അവരുടെ ചെറുപ്പകാലത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് വുമൻ ആയിരുന്നിരിക്കണം. കണ്ടിട്ട് എനിക്കെൻ്റെ സെക്കൻഡ് വിറ്റ്നസ്സിനെ കിട്ടിയ പോലെ ഉണ്ട്. സർ ലീ പറഞ്ഞത് ഇവൾ ഈ കൾട്ടത്തെ കുറച്ച് ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ട് സ്കിൽസൊക്കെ പൊസസ് ചെയ്തിട്ടുണ്ടെന്നാ. അവളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോളോവറും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് റീച്ചിങ് സ്വാഡ് സെക്റ്റിൻ്റെ ഒരു ഹാളാണ്. എൻ്റെ ഈ സ്റ്റാഫൊക്കെ എൻ്റെ ഒപ്പം 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇവരൊക്കെ സ്വാഡ് സെക്റ്റിന് വേണ്ടി സ്പൈ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു എന്ന്. ഇതാലോചിക്കുമ്പോൾ എൻ്റെ ചോര തിളച്ച് വരികയാണ്. എൽഡർ യോൺ, അവരുടെയും നിങ്ങളുടെ ഇടയിൽ ശരിക്കും എന്താണ് ഉണ്ടായത്? അത് 8 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു രാത്രി ഞാൻ എൻ്റെ മാനറിൻ്റെ ഫ്രണ്ടിൽ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നത്. അവൻ്റെ ഫേസ് ഒരു മാസ്ക് വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ആ വിസ്ഡം നിറഞ്ഞ ഒരു നോട്ടം അത് മറക്കാൻ കഴിഞ്ഞില്ല. ഓഫ് കോഴ്സ് ഞാൻ അവൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തു. കാരണം ഇങ്ങനെ നുഴഞ്ഞു കയറി ഒരുത്തിനെ വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനാണെങ്കിൽ ഒരു ഫോം ചെയ്തപ്പോഴത്തേനും ഡിഫീറ്റായി. അപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇവോൾവ്ഡ് ഡീമൺ സോഡ് ടെക്നിക്ക് നൈസായിട്ട് റീസ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തോന്നുന്നു. ഡീമൺ സോഡ് സെക്റ്റിൻ്റെ ലെഗസി കണ്ടിന്യൂ ചെയ്യാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10,000 ഗ്രേറ്റ് മൗണ്ടൻസിൻ്റെ സൗത്ത് വെസ്റ്റിലുള്ള ഒഹിയോൺ പീക്ക് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ വാ. നമുക്കവിടെ രാത്രി 10 മണിക്ക് കണ്ടുമുട്ടാം. അവൻ ഡിസപ്പിയർ ആയി പോണതിന് മുമ്പ് അത് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അവൻ്റെ വോയിസ് ആൾട്ടർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതാരാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കുറേ നേരം ഡിബേറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അവസാനം ഞാൻ ഒഹിയോൺ പീക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അവൻ എൻ്റെ ഇവോൾവ്ഡ് ഡീമൺ സോഡ് റെക്കഗ്നൈസ് ചെയ്യുക മാത്രമല്ല ചെയ്ത്, ഡീമൺ സോഡ് സെക്റ്റിൻ്റെ പേരും യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രപ്പോസൽ ഇഗ്നോർ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ പീക്ക് എത്തിയപ്പോൾ എൻ്റെ ഇമാജിനേഷനിൽ പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. നോക്കുമ്പോൾ അത് ചീഫ് ഓഫ് ദ സ്വാഡ് സെക്റ്റും ചീഫ് ഓഫ് ദ ഷാഡോ സെക്റ്റും ആയിരുന്നു. ആ ഒരു ഷോക്കായി നിന്ന മൊമെൻ്റ് കഴിഞ്ഞതും ആ മാസ്ക്ഡ് മാൻ അവിടേക്ക് വന്നു. നീ ആരാന്ന് പറയടാ? ഡീമൺ സോഡ് സെക്റ്റിൻ്റെ പേര് യൂസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണല്ലേ. നിങ്ങൾ എന്നെക്കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ നിന്നെ എന്താ വിളിക്കുക? നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ നെയിംലെസ് എന്ന് വിളിച്ചോ. ഞാൻ നിങ്ങളവിടെ ഒരുമിച്ച് കൂട്ടിയതിൻ്റെ കാരണം ഫോർഗോട്ടൺ ടെക്നിക്കായ ഇവോൾവ്ഡ് ഡീമൺ സോഡ് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളാണല്ലോ സ്വാഡ് ഡീമൻ്റെ ലെഗസി ക്യാരി ചെയ്യണത്. എന്ത്? ഞങ്ങൾക്ക് ആ ഇവോൾവ്ഡ് ഡീമൺ സോഡ് പാസ് ചെയ്യാമെന്ന് കേട്ടപ്പോൾ തന്നെ അവരെല്ലാവരും ഷോക്കായി. ആ നെയിംലെസ് കാണിച്ചതാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ പറയാം അത് ഇവോൾവ്ഡ് ഡീമൺ സോഡ് ടെക്നിക്കാണെന്ന്. അത് നമ്മുടെ പാട്രിയാർക്കിൻ്റെ ഡിമോണിക് ലോർഡ് സോഡ് ആർട്ട് റൈവൽ ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. അതാണെങ്കിൽ ശരിക്കുള്ള ഒന്നാണെന്ന് അംഗീകരിക്കില്ലാതെ ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇവോൾവ്ഡ് ഡീമൺ സോഡ് ടെക്നിക്ക് അറിയാവുന്നത്? അതെനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. പിന്നെന്തിനാ നിങ്ങളിത് ഞങ്ങൾക്ക് പാസ് ചെയ്യുന്നത്? സ്വാഡ് ഡീമൻ്റെ ലെഗസി റിസീവ് ചെയ്ത ഒരാൾക്ക് ഇത് പാസ് ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാനിതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ജിയോൺ ഗിയോങ്ങും ജുറാങ്മോവും സ്വാഡ് ഡീമനെ ഡിസപ്പോയിൻ്റ് ചെയ്തതാണ്. അവരാണ് അദ്ദേഹത്തിൻ്റെ സെക്റ്റിനെ തന്നെ നശിപ്പിച്ചത്. അവർ രണ്ടുപേരും ഉണ്ടാക്കിയ സെക്റ്റത്തെ പിൻഗാമികൾക്ക് ഇതൊരിക്കലും ഡിസർവ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നീ എന്താ പറഞ്ഞ്? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പൂർവികരെ ഇങ്ങനെ അധിക്ഷേപിക്കും? എൽഡർ യോൺ, നീ എന്താ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണോ? വെറുതെ എന്നെ ചിരിപ്പിക്കാൻ നിൽക്കണ്ട.
ഞാൻ പറഞ്ഞത് മൊത്തം സത്യമായിട്ടുള്ള കാര്യമാണ്. മതി, നിർത്ത്. നോക്കുമ്പോൾ പെട്ടെന്ന് ആ നെയിംലെസ് മാന് അദ്ദേഹത്തിൻ്റെ സ്വോർഡ് വലിച്ചൂരി. സ്വോർഡ് ഡീമൻ്റെ ഈ ട്രഷർ മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം ഏതോ ഒരു ടെക്നിക്ക് പെർഫോം ചെയ്യാൻ തുടങ്ങി. അത് കണ്ടിട്ടാണെങ്കിൽ അവർ മൂന്നുപേരും ആകെ അന്തം വിട്ട് നിൽക്കുക. ഇതേതാ ഈ സ്വോർഡ് ടെക്നിക്ക്? ഇതിൻ്റെ പേരാണ് 24 ഡീമൻ സ്വോർഡ് ടെക്നിക്ക്. സ്വോർഡ് ഡീമൻ ഉപേക്ഷിച്ചിട്ട് പോയ ലാസ്റ്റ് ടെക്നിക്ക് ഇതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവോൾവഡ് ഡീമൻ സ്വോർഡ് പാസ് ചെയ്യും. ഇന്നേക്ക് 3-ാം വർഷം ആരാണോ ഇവോൾവഡ് ഡീമൻ സ്വോർഡ് പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യണേ അവർക്ക് ഞാൻ 24 ഡീമൻ സ്വോർഡ് പാസ് ചെയ്യും. ഞാൻ വിശ്രമമില്ലാതെ ട്രെയിൻ ചെയ്തു അവർക്ക് രണ്ടുപേർക്കും സ്വോർഡ് ഡീമൻ്റെ ലാസ്റ്റ് ടീച്ചിങ് ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മാത്രമേ അത് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചത് തെറ്റായിരുന്നു. ഷാഡോ സെക്റ്റിൻ്റെയും സ്വോർഡ് സെക്റ്റിൻ്റെയും ഇൻറ്റേർണൽ എനർജിയുടെ ഫൗണ്ടേഷൻ തന്നെ ഡീമൻ സ്വോർഡ് സെക്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തതായിരുന്നു. 3 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒഹയോൺ പീക്കിൽ വീണ്ടും മീറ്റ് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും ഇവോൾവഡ് ഡീമൻ സ്വോർഡ് ടെക്നിക്കും പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നെയിംലെസ്സിനാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു ചാൻസ് കൂടി തന്നു. ഞങ്ങൾക്കൊരു 2 വർഷം കൂടിയും തന്നു. അദ്ദേഹം പറഞ്ഞു ഈ ടെക്നിക്കിൻ്റെ വീക്ക് പോയിൻ്റ് ആരാണോ കണ്ടെത്തുന്നത് അവർക്കാണ് ഞാൻ 24 ഡീമൻ സ്വോർഡ് പഠിപ്പിച്ചു തരികയെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വർഷങ്ങളോളം വാതിലടച്ച് ഈ ടെക്നിക്കിന് വേണ്ടി വർക്ക് ചെയ്തു. എൻ്റെ ലൈഫ് തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കണമെന്നുള്ള രീതിക്ക്. ഓ, അപ്പോൾ ആ ഇവോൾവഡ് ഡീമൻ സ്വോർഡ് ടെക്നിക്കാണല്ലേ അവൾ നേരത്തെ യൂസ് ചെയ്തത്. പക്ഷേ കോമ്പറ്റീഷൻ ചില സമയത്തൊക്കെ സ്കേറി ആവും. ഷാഡോ സെക്റ്റത്തെയും സ്വോർഡ് സെക്റ്റത്തെയും ചീഫുമാർ നമ്മുടെ കൾട്ടത്തെ ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റുമാരിൽ വരുന്ന ആൾക്കാരാണ്. അവരും ഈ ടാസ്കിന് വേണ്ടി ഭയങ്കരമായിട്ട് മനസ്സ് വെച്ചു. അതുകൊണ്ട് തന്നെ അവർക്കും അതിലൊരു വഴി കണ്ടെത്താൻ പറ്റി. സെക്കൻഡ് റൗണ്ടിലും ഒരു ക്ലിയർ വിക്ടറി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ നെയിംലെസ് മാന് ഞങ്ങൾക്ക് വേറൊരു പ്രപ്പോസൽ വെച്ചു. നിങ്ങളെല്ലാവരും ബ്രില്യൻ്റ് മാർഷൽ ആർട്ടിസ്റ്റുമാരാണെന്നുള്ളത് ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ഇതിലൊരു കൺക്ലൂഷനിലെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വോർഡ് ഡീമൻ്റെ ടീച്ചിങ്സ് റിസീവ് ചെയ്യാൻ ട്രൂലി ഫിറ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന ഈ മെത്തേഡ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുക. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്ന 24 ഡീമൻ സ്വോർഡിൻ്റെ ഫസ്റ്റ് ഫോം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അവരെല്ലാവരും തലയാട്ടി. പെർഫെക്റ്റ്. നിങ്ങൾക്ക് ഞാൻ 3 വർഷം തരാം. ആ ഫസ്റ്റ് ഫോം എനിക്ക് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരണം. നിങ്ങൾക്ക് സ്വോർഡ് ഡീമൻ്റെ ലെഗസി ക്യാരി ചെയ്യാനും ലക്കും നിങ്ങളുടെ സൈഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഫോം റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വെയിറ്റ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഒരു വട്ടം മാത്രം കണ്ട ആ ഒരു ഫോം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ ചെയ്യണമെന്നോ? അതിനൊരു പ്രോപ്പർ ബ്രീത്തിങ് ടെക്നിക്കോ ഒരു പ്രോപ്പർ ഗൈഡോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആ സ്വോർഡ് ടെക്നിക്കിന് ഒരു സ്പെഷ്യൽ ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ ആവശ്യമില്ല. ഏയ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പെട്ടെന്ന് ആ നെയിംലെസ് സ്വോർഡ് പുറത്തേക്ക് എടുത്ത് ആ ഫസ്റ്റ് ഫോം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് 24 ഡീമൻ സ്വോർഡ് ടെക്നിക്കിനെ റൈവൽ ചെയ്യണ അൾട്ടിമേറ്റ് സ്വോർഡ് ഫോം ആയിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ആകെ മെണ്ടാട്ടം മുട്ടി നിന്നുപോയി. പക്ഷേ 24 ഡീമൻ സ്വോർഡ് പോലെ ആയിരുന്നില്ല അത്. ആ സ്വോർഡ് ഫോം ചെയ്തപ്പോഴേക്കും ആ നെയിംലെസ് മാന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ്, ഇത് കണ്ടിട്ട് ഈ സ്വോർഡ് ഫോമിനെക്കുറിച്ച് എന്നെക്കാട്ടിലും ഇവർക്കറിയാമെന്ന് തോന്നുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ഈ സ്വോർഡ് ഫോം വെച്ചായിരിക്കും ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് 24 ഡീമൻ സ്വോർഡിൻ്റെ ഫസ്റ്റ് ഫോം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ ഫോം കൗണ്ടർ ചെയ്യാനും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. ഓ, അപ്പോൾ സർ ലീ മെൻഷൻ ചെയ്ത കാര്യത്തിൻ്റെ ട്രൂ സ്റ്റോറി ഇതാണല്ലേ? 3 വർഷങ്ങൾക്ക് മുമ്പോ? അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ നെയിംലെസ് മാനെ വീണ്ടും മീറ്റ് ചെയ്തോ? 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്കിനി മീറ്റിംഗ് വരാൻ പോണത്. എന്തായാലും സ്വോർഡ് ഡീമൻ്റെ ടെക്നിക്ക് നിങ്ങളെനിക്ക് പാസ് ചെയ്ത് തരാമെന്ന് പ്രോമിസ് ചെയ്തതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് യങ് ലോഡ്. സ്വോർഡ് ഡീമൻ്റെ ടീച്ചിങ് ആ ദ്രോഹികളുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പവർ വെച്ച് ഞാൻ എന്തും ചെയ്യും. പക്ഷേ ആ നെയിംലെസ്സിന് 24 ഡീമൻ സ്വോർഡ് എങ്ങനെയാണ് അറിയുന്നത്? അവൻ ആ ടെക്നിക്കിൻ്റെ പേര് പോലും അറിയാം. അപ്പോൾ ഒരു സംശയവുമില്ല, അവൻ ആ അണ്ടർഗ്രൗണ്ട് വാട്ടിലുള്ള മാനുവൽസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതാണെങ്കിൽ 6th എക്സാമിനേഷൻ പാസ്സായവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കേട്ടത് ലാസ്റ്റ് 70 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരാൾ പോലും 6th എക്സാമിനേഷൻ പാസ്സായിട്ടില്ല എന്നാ. അപ്പോൾ പിന്നെ ഈ നെയിംലെസ് പേഴ്സൺ ശരിക്കും ആരാണ്?
24 ഡീമൺ സോഡിനെ കൗണ്ടർ ചെയ്യണ ആ സോഡ് ഫോം അത് ഏതാണ്? 3 വർഷങ്ങൾക്ക് മുമ്പ് ആ നെയിംലെസ് പേഴ്സൺ നിങ്ങൾക്ക് കാണിച്ചു തന്ന സോഡ് ഫോം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ? ഓഫ് കോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ക്ലോസ്ഡ് ട്രെയിനിങ് റൂമിൽ പോകുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? നമ്മൾ രണ്ടുപേരും മാത്രം. അത് കേട്ടപ്പോൾ 10th എൽഡർ ഒന്ന് ഞെട്ടി. ഇതെന്താ സംഭവം എന്ന് ആലോചിച്ചിട്ടു. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് റീച്ചിങ് സോഡ് സെക്റ്റിൻ്റെ ക്ലോസ്ഡ് ട്രെയിനിങ് റൂമാണ്. 24 ഡീമൺ സോഡിനെ കൗണ്ടർ ചെയ്യണ ഒരു സോഡ് ഫോം അല്ലേ? എൻ്റെ ഗസ് ശരിയാണെങ്കിൽ ആ സോഡ് ഫോം ഇതായിരിക്കും. നോക്കുമ്പോൾ യോവണ് ഡിമോണിക് ലോഡിൻ്റെ സോഡാർട്ടത്തെ ഫസ്റ്റ് കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. നോ, ഇതെങ്ങനെ സാധിക്കുന്നത്? 3 വർഷങ്ങൾക്ക് മുമ്പ് ആ നെയിംലെസ് പേഴ്സൺ എനിക്ക് കാണിച്ചെന്ന എക്സാക്ട്ലി സെയിം ഫോമാണിത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സോഡ് ഫോം അറിയുന്നത്? അതുമാത്രമല്ല, ഇതാണെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ടും സ്മൂത്തായിട്ടുമാണ് പെർഫോം ചെയ്തത്. ഹോൾഡ് ഓൺ, അപ്പോൾ ആ നെയിംലെസ് മാന് ഡിമോണിക് ലോഡിൻ്റെ സോഡാർട്ടത്തെ ഫസ്റ്റ് ഫോമും അറിയാം. ഞാൻ കേട്ടത് നമ്മുടെ ഡിമോണിക് ലോഡ് ആ സഫയർ സ്റ്റോണിൽ ഉപേക്ഷിച്ച സോഡ് മാർക്കൊക്കെ ഒരു മാനുവലിൽ കോപ്പി ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടുണ്ടെന്നാ. അപ്പോൾ അതിനർത്ഥം ആ നെയിംലെസ് മാന് നമ്മുടെ പാട്രിയാർക്കാണെന്നാണോ? ഏയ്, ഒരിക്കലും അല്ല. അപ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് 24 ഡീമൺ സോഡ് അറിയാവുന്നത്? 24 ഡീമൺ സോഡ് ടെക്നിക്ക് കണ്ടെത്തിയത് തന്നെ അക്കാഡമിയിൽ വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 6th എക്സാമിനേഷൻ പാസ്സാവുക തന്നെ വേണം. നമ്മുടെ പാട്രിയാർക്കാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 50s അതുകൊണ്ട് തന്നെ 70 വർഷങ്ങൾക്ക് മുമ്പ് 6th എക്സാമിനേഷൻ പാസ്സായ ആ ലാസ്റ്റ് പേഴ്സൺ ഒരിക്കലും അദ്ദേഹം ആവില്ല. ഈ പേഴ്സൺ ആണെങ്കിൽ ഡിമോണിക് ലോഡിൻ്റെ സോഡാർട്ടും പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ നെയിംലെസ് മാനെ ഞാൻ തന്നെ പോയി കാണേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തിന് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി ആ നെയിംലെസ് പേഴ്സൺ ആരാ, യോവോണും അവനും കണ്ടുമുട്ടിയ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.